ഞാൻ പലപ്പോഴും നമ്മുടെ ഈ കരമന ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ കൈമനം ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ ഈ ശ്രീധുവുമായിട്ട് ബാലരാമപുരം പോലീസ് ഇങ്ങനെ പോകുന്നതാണ്, മിക്കപ്പോഴും പോകുന്നതാണ്. അതായത് ശ്രീധുവിനെ കൊണ്ട് പോലീസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ശ്രീധുവിനെ കൊണ്ടുവരുന്നു, തെളിവെടുക്കുന്നു, ശ്രീധു വല്ലതും വിളിച്ച് പറയും, ബാലരാമപുരം പോലീസ് അത് കേൾക്കും, എഴുതും. അവിടെ ചെല്ലുമ്പോൾ ശ്രീധു മൊഴി മാറ്റും. ഇങ്ങനെ പതിവാണ്. എനിക്കൊന്ന് സിറ്റിയിൽ അങ്ങനെ നമ്മുടെ ഓഫീസ് അവിടെ ആയതുകൊണ്ട് നമ്മളവിടെ നിന്ന് കാണാൻ പറ്റുമല്ലോ. പോലീസിൻ്റെ ജീപ്പ് പോകുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. നമുക്കൊരു ഫയർഫോഴ്സ് പോലീസൊക്കെ പോകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കും. കാര്യം ക്രൈം റിപ്പോർട്ടർമാർ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, പ്രത്യേകിച്ചും വണ്ടി പാഞ്ഞു പറിച്ച് പോകുമ്പോൾ, നല്ല സ്പീഡിൽ പോകുമ്പോൾ. അപ്പോൾ ഒരു നീല ചുരിദാറായിരുന്നു മിക്കപ്പോഴും, ബാക്കിലാണ് ഇരിക്കാറുള്ളത്. അങ്ങനെ ഒരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ അപ്പോഴും പോലീസിന് സാധിച്ചില്ല. ഒടുവിൽ പോലീസ് ഇതൊരു തൊല്ല പിടിച്ച കേസ് എന്ന രീതിയിൽ ഇതിനെ പരിഗണിച്ചു. മഹാശല്യം പിടിച്ച ഒരു കേസ്. അതായത് ഒരാൾ പറയുന്ന മൊഴി കുറച്ച് കഴിയുമ്പോൾ അയാൾ മാറ്റുന്നു, പിന്നെ വേറൊരാൾ വേറൊരു രീതിയിൽ മൊഴി പറയുന്നു.